ആടാ മക്കളെ, നമ്മളിനി മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഒരു വലിയ മാർക്കിന് ചോദിക്കുന്ന ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അത്. മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കോയിൽ. മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ആക്സിസ് of a circular coil. ഒരു സർക്കുലർ കോയിലിന്റെ ആക്സിസിൽ ഉണ്ടാവുന്ന മാഗ്നറ്റ് സംഭവം സിമ്പിളായിട്ട് ഞാൻ പറയാം. സി, ഇതൊരു സർക്കുലർ കോയിലാണ്. സംതിങ് ലൈക്ക് ദിസ്. ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഓക്കെ, ഇതൊരു സർക്കുലർ കോയിലാണ്. ഈ സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററാണ് എന്താ, സി എന്നായിക്കോട്ടെ, സി. ഇതാണ് എൻ്റെ ആക്സിസ് അല്ലേ. ഇതാണ് ആക്സിസ്. നല്ലൊരു രസമുള്ള കൺസെപ്റ്റാണ്. ഈ ആക്സിസിൽ ഇവിടെയാണ് പോയിന്റ് പി ഉള്ളത്. ഇവിടുത്തെ ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് അകലെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഓരോന്നോരോന്ന് എഴുതാം. സി എന്താണ്? സി ഇസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലർ കോയിൽ. പി ഈക്വൽ ടു പോയിന്റ് വേർ വി നീഡ് ടു ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്. എക്സ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി കോയിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ നോട്ട് എഴുതേണ്ട സംഭവം ഇതാണ്. കൺസിഡർ, എഴുതി വെച്ചോളെ, കൺസിഡർ എ സ്മോൾ എലമെന്റ് എ ബി. എ ബി അത്രയും ചെറുതാണ്, സോ ദാറ്റ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. മനസ്സിലായില്ലേ? നമ്മൾ ഈ സർക്കുലർ കോയിലിലെ എ ബി എന്ന് പറയുന്ന സാധനം അത്രയും ചെറുതാണ്, സോ സ്മോൾ. എത്ര വളയാണെങ്കിലും വളരെ ചെറിയ കഷ്ണമാകുമ്പോൾ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ, റൈറ്റ്? അതിൻ്റെ സെൻട്രൽ നിന്ന് ഈ പോയിന്റിലേക്ക് എന്ത് വരച്ചു? ലൈൻ വരച്ചു. നമ്മൾ ബയോട്ട് സാവർട്ട്സ് ലോ അപ്ലൈ ചെയ്യാൻ അതല്ലേ ആദ്യം വേണ്ടേ? കറണ്ട് എലിമെന്റിന്റെ സെൻട്രൽ നിന്ന് ആ പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കണം. ആ നീളാണ് ഡി എൽ. ഡി എൽ ഇതാ ഇങ്ങനെ കറണ്ട് ഒഴുകണു. ഡി എൽ ഇതാണ് ആർ. അപ്പോ ആ ഡി എല്ലും ആറും ഇരിക്കുന്ന പ്ലെയിൻ, ക്യാൻ യു ഐഡന്റിഫൈ ദാറ്റ്? അത് മനസ്സിലാവുണ്ടോ പറയണേ? ഇപ്പൊ നമ്മള് നോക്കിക്കൊള്ളുക, ഇങ്ങനെയല്ലേ കറണ്ട്, ഇങ്ങനെയല്ലേ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉള്ളത്, ശരിയല്ലേ? ഇങ്ങനെയാണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉള്ളത്, ശരി. ഇവിടുത്തെ ഒരു കഷ്ണം ഡി എൽ ആണ് എടുത്തത്, ആ ഡി എൽ. ഓക്കെ, ആ ഡി എൽ കറക്റ്റ്. ഓക്കെ, വേണമെങ്കിൽ കണ്ടോളുക. ഇങ്ങനെയാണ് കറണ്ട് ക്യാരിങ് കോയിൽ ഉള്ളത് അല്ലേ. അതിലൊരു കഷ്ണമാണ് ഡി എൽ, ചെറിയൊരു കഷ്ണം. സോ ദാറ്റ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ എവിടെയാണ് പോയിന്റ് ഉള്ളത്? ഇവിടെ എവിടെയുള്ള പോയിന്റ് പോലെ ഇവിടെ എവിടെയാണ് പോയിന്റ് ഉള്ളത്. ഓക്കെ, ഇവിടെ എവിടെയാണ് പോയിന്റ് ഉള്ളത്. ഇതിന്റെ സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്ക് പറയും. കണ്ടില്ലേ, ലൈൻ വരച്ചു, റൈറ്റ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? മാഗ്നറ്റിക് ഫീൽഡ് ഡി എൽ ക്രോസ് ആർ എന്നല്ലേ പഠിച്ചേ? എന്ന് വെച്ചാൽ എന്താ? ഡി എല്ലും ആറും ഇരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. മക്കൾക്ക് മനസ്സിലാവുണ്ടോ? ഇതാണ് ഡി എൽ അല്ലേ, ഇതാണ് എന്ത് പറയും? ആർ. അപ്പൊ ഈ ആംഗിൾ 90 ആണ്. ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, നമ്മുടെ ബയോട്ട് സാവർട്ട്സ് ലോ. അതിൽ ഈ ആംഗിളാണ് തീറ്റ, 90. ഇതാണ് ഡി എൽ, ഇതാണ് ആർ. ഡി എൽ ക്രോസ് ആർ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഡി എല്ലും ആറും ഇരിക്കുന്ന പ്ലെയിനിനത് കണ്ടില്ലേ, അതാ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് ഞാൻ ഇനി വരയ്ക്കാൻ പോണത്. ഇപ്പൊ ഈ ഡി എല്ലും ആറും ഇരിക്കണം. ശ്രദ്ധിച്ചും മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ റിവൈസ് ചെയ്ത് കാണണം കേട്ടോ. ആ പറഞ്ഞ സാധനം വീണ്ടും വീണ്ടും കാണണം. ഈ പ്ലെയിനിന് അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ചെറിയ കഷ്ണം കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഡി ബി എന്ന് വിളിച്ചു. അപ്പൊ നിങ്ങൾ എഴുതണം, കൺസിഡർ എ സ്മോൾ എലമെന്റ് എ ബി ഓഫ് ലെങ്ത് എൽ. ആർ ഈസ് ദ വെക്ടർ ഡ്രോൺ ഫ്രം സെന്റർ ഓഫ് ദി എലമെന്റ് ടു ദി പോയിന്റ്. ഡി എൽ ആൻഡ് ആർ perpendicular. The magnetic field dB is perpendicular to the plane containing dl and r. ചോട്ടിൽ എഴുതണം. At the same time, നമുക്ക് എന്തും പറയാം, there is one another element known as CD, which is symmetrical to AB.
പറയുന്ന പോയിന്റുകളൊക്കെ എഴുതണേ, നോട്ട് വെറുതെ ഡെറിവേഷൻ മാത്രം എഴുതിയാൽ പോരാ, എക്സ്പ്ലനേഷനും എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. കൺസിഡർ അനദർ കറണ്ട് എലമെന്റ് സി ഡി എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു എ ബി ആൻഡ് സിമെട്രിക്കൽ. അതും എന്തുണ്ടാക്കും? that will also produce magnetic field at P. And this is again R and this is IDL. അതും ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എക്സാക്ട്ലി സെയിം മാഗ്നറ്റിക് ഫീൽഡ്. And what is that dB? What is that dB? That dB equal to mu 0 I dl sin 90 mu 0 by 4 pi I dl sin 90 by r square. That is equal to mu 0 by 4 pi I dl divided by r square. ആ 90 വന്ന് മനസ്സിലായില്ല, ഇവിടെയാണ് ആംഗിൾ. നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടെ പറയാം. ഇതാണ് ഡി എൽ, റെഡി? ഇതാണ് ഡി എൽ, ഇതാണ് ആർ, ഇതാണ് ആംഗിൾ 90. മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ ചോട്ടിലൊരു എലമെന്റ് ഡി എൽ ആർ, മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരേ സമയം ഇങ്ങനെയുണ്ടാവും, അതേസമയം ഇങ്ങനെയുണ്ടാവും. അവിടെ മാത്രമല്ല, ഇവിടെ ഉള്ളതിന് ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ 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 ഉണ്ടാവും, ഇങ്ങനെ 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 മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവും. അങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ ഉള്ള കാരണം ഇങ്ങോട്ട്, ഇവിടെ ഉള്ള കാരണം ഇങ്ങോട്ട്, ഇവിടെ ഉള്ള കാരണം ഇങ്ങോട്ട്, ഇവിടെ ഉള്ള കാരണം ഇങ്ങോട്ട്, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് 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 ഇങ്ങനെ 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 പല പല കൊമ്പുകളായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് എഴുതണം. എക്സാക്ട്ലി സിമിലർ എലമെന്റ് സി ഡി വിച്ച് പ്രൊഡ്യൂസ് അഗെയിൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി. ദാറ്റ് ഡി ബി ഇസ് ഗിവൺ ബൈ mu 0 I by 4 pi ideal sin 90 by r square. 3. Next you write, let us resolve dB into two components. Resolve dB into dB cos theta. dB cos theta കണ്ട, theta നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞില്ലേ. Let this angle be phi. So dB cos phi and dB sin phi. കണ്ടാ, ഇത് എക്സാക്ട്ലി ഈക്വൽ വെക്ടേഴ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആംഗിളും സെയിം ആയിരിക്കും. dB cos phi and dB sin phi. Among them, കണ്ടില്ലേ, ഇത് ഡി ബി ആണ്, ഇത് ഫൈ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് കിട്ടുന്നത് ഡി ബി കോസ് ഫൈ, ഇങ്ങോട്ടേക്ക് കിട്ടുന്നത് ഡി ബി സൈൻ ഫൈ. ശരിയല്ലേ? അപ്പോൾ ഈ ഡി ബിനെ നമുക്ക് റിസോൾവ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് കിട്ടുന്നത് ഡി ബി സൈൻ ഫൈ, അങ്ങോട്ടേക്ക് കിട്ടുന്നത് വീണ്ടും ഡി ബി കോസ് ഫൈ. ഇതൊന്നല്ല, അല്ലെങ്കിൽ രണ്ടല്ല, ഒരുപാടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എല്ലാം മുള്ളു പോലെ എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അതൊക്കെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഡി ബി സൈൻ ഫൈകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി ക്യാൻസൽ ആവും. ഡി ബി കോസ് ഫൈ മാത്രം എക്സിസ്റ്റ് ചെയ്യും. among them dB sin phi cancel each other. ഓക്കെ, അപ്പം നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ്. ആര് മാത്രം എഴുതിയാൽ മതി? ഡി ബി കോസ് ഫൈ. യു ഗോട്ട് ഇറ്റ്? നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഡി ബി കോസ് ഫൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ആ ഡി ബി കോസ് ഫൈകളെല്ലാം കൂടെ ആഡ് ചെയ്യാം. സോ ബി നെറ്റ് അലോങ് ദി ആക്സിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ബിക്ക് പകരം mu 0 by 4 pi I dl by r square dB പിന്നെ cos phi. ഇനി ഇത് ഫൈ, ഇത് 90 ആണല്ലോ, സംശയമില്ല. ഇത് ഫൈ, അപ്പോൾ ഇത് 90 മൈനസ് ഫൈ, ശരിയല്ലേ? ഇനി ഇത് 90, ശരിയല്ലേ? ഇത് 90 മ്യൂച്വൽ പെർപെൻഡിക്കുലർ ആണല്ലോ, ഡി എല്ലോ ആറും ഇരിക്കണം പ്ലെയിന് പെർപെൻഡിക്കുലർ ആണല്ലോ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് 90 മൈനസ് ഫൈ ആകുമ്പോൾ ഇത് വീണ്ടും ഫൈ, ഇത് ഫൈ ആകുമ്പോൾ ഇത് വീണ്ടും 90 മൈനസ് ഫൈ, ഇത് 90 മൈനസ് ഫൈ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ആംഗിൾ എന്തായി? ഫൈ. കാര്യം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇതാണ് ഇവൻ്റെ റേഡിയസ്. അത് ഞാൻ നേരത്തെ വരയ്ക്കാൻ മറന്നതാണ്. ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദി റിംഗ്.
അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇത് 90 മൈനസ്, ഒന്നും കൂടി പറയാം, ഇത് 5, അപ്പോൾ ഇത് 90 മൈനസ് 5, കാര്യം ഇത് പെർപെൻഡിക്കുലർ ആണ്. ഇത് 90 മൈനസ് 5 ആകുമ്പോൾ ഇത് 5. ഇത് 5 ആണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ഇത് 90 മൈനസ് 5. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഇത് 90 മൈനസ് 5 ആകുമ്പോൾ ഈ ആംഗിൾ 5. ഓക്കെ, അപ്പോൾ അത് 5 ആകുമ്പോൾ വാട്ട് ഈസ് കോസ് 5? Cos 5. What is cos 5? Adjacent side is r and this is x. Okay, ഈ ദൂരത്തെ നമുക്ക് r എന്നായിരുന്നു വിളിച്ചല്ലേ. Okay, and this was x. അപ്പോൾ ഇത് smaller ആണ്. So cos 5 was r by r. Am I right? So r എന്താ? r equal to root of r square plus x square. Root of r square plus x square. അപ്പം നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഈക്വൽ ടു μ0 by 4 pi is a constant. ഒഴുകണ കറണ്ട് ഒരു കോൺസ്റ്റന്റ് ആണ്. റെഡി? പിന്നെ കോസ് 5 ഇന്റഗ്രൽ ആയിക്കോട്ടെ, μ0 by 4 pi I dl by r square. Cos 5 is r by r. That is equal to μ0 by 4 pi I dl r divided by r cube. Got it? ഇനി ഇവിടെ കോൺസ്റ്റന്റുകളൊക്കെ നമുക്ക് പുറത്തെടുക്കാം. ദിസ് ഇസ് μ0 by 4 pi കോൺസ്റ്റന്റ് ആണ്, കറണ്ട് ഒരു കോൺസ്റ്റന്റ് ആണ്, റേഡിയസ് ഒരു കോൺസ്റ്റന്റ് ആണ്, ആർ ക്യൂബ് ഒരു കോൺസ്റ്റന്റ് ആണ്. കാര്യം എല്ലാ പോയിന്റിൽ നിന്നും CDAB എല്ലാ പോയിന്റിൽ നിന്നും ആ r ദൂരം സെയിം ആണല്ലോ. ആർ ക്യൂബ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ dl that is equal to μ0 by 4 pi into IR divided by what is small r? Root of r square plus x square whole raised to 3 cube. What is integral dl? ചെറിയ 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 dlകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ചെറിയ ചെറിയ dlകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക പെരിമീറ്റർ 2 pi r. So integral dl equal to 2 pi r. You got it? അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്താ വരിക? എന്തൊക്കെ ചെയ്ത് നോക്കി? μ0 by 4 pi into I into 2 pi r square, I into 2 pi r square divided by r square plus x square whole raised to 3 by 2. റൂട്ടിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ raised to 3 by 2 ആയി. This is the expression for magnetic field along the axis. ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് വകഭേദം നോക്കിയേക്കാം. ഓക്കെ, നമുക്കത് വേറെ രീതിയിൽ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം μ0 by 4 pi, ഇവിടെ 2 pi ഉണ്ട്. അപ്പോൾ ഈ 2 പൈനെ 4 pi ആയിട്ട് വെട്ടിയാൽ 2 ആയി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി μ0 I മേലെ r square divided by 2 into r square plus x square the whole raised to 3 by 2. ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ഓഫ് ഇക്വേഷൻ. ഇത് ഒരു കോയിൽ കാരണമാണ്. ഒരു കോയിൽ, ഒറ്റ കോയിൽ. ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ഒരുപാട് കോയിൽസ് ഉണ്ടെങ്കിൽ ഓരോ കോയിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കില്ല. ഇവിടെ അടുത്തടുത്ത് ഒരുപാട് കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട്, സോ ദാറ്റ് എക്സിൽ മാറ്റമില്ല, അടുത്ത് വളരെ അടുത്തടുത്ത് ഇങ്ങനെ ക്ലോസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള n ടേൺസ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇവന് ഓരോരുത്തരും ഉണ്ടാക്കും. അപ്പോൾ ഫോർ n ടേൺസ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 ni r square divided by 2 into r square plus x square the whole raised to 3 by 2. μ0 ni r square divided by n കൊണ്ട് ഗുണിച്ചു, that's all. ഇനി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അത് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. വി ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് യൂസിങ് റൈറ്റ് ഹാൻഡ്.
we can find the direction of magnetic field using right hand. നേരത്തെ എന്തായിരുന്നു, ഇത് കറണ്ടും ഇത് ഫീൽഡും ആയിരുന്നു അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ പറയുമ്പോൾ വിരലായിരുന്നു ഫീൽഡ് വന്നിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാ. ഇപ്പൊ കറണ്ട് വളയുന്ന രീതിയിലേക്ക് വിരൽ തിരിക്കുമ്പോൾ തമ്പ് തരുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇത് വെച്ചോളൂ, ഇമാജിൻ ടു കേൾ ദി ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ്. വീണ്ടും ഞാൻ പറയുന്നത് റൈറ്റ് ഹാൻഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് അല്ല, റൈറ്റ് ഹാൻഡ് ആണ്. ഇമാജിൻ ടു കേൾ ദ ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് along the direction of the current. Then thumb points along the direction of magnetic field. നോക്കണ്ടില്ലേ, അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. കറക്റ്റാണ്, അങ്ങോട്ടേക്കാണ് കിട്ടുക. മറ്റെല്ലാം ക്യാൻസലായി പോയി. ആര്? സൈൻ ഫൈകളെല്ലാം ക്യാൻസലായി പോയി. ഇതാണ് സംഭവം, ഡയറക്ഷനുമായി മാഗ്നിറ്റ്യൂഡുമായി. ഇനി ഇതിലെ ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഒന്ന്, ഫോർ എ വെരി ലോങ് പോയിന്റ്, വെരി ലോങ് ഡിസ്റ്റൻസ് പോയിന്റ്, ഒരുപാട് അകലെയുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ, അതായത് ഈ എക്സ് എന്ന് പറയുന്ന ദൂരം ഒരുപാട് വലുതാണ് റേഡിയസിനേക്കാൾ, എക്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ആർ. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് വിൽ ബി ഈക്വൽ ടു μ0 ni r² ഡിവൈഡഡ് ബൈ, ഓക്കെ, ആഡ് ചെയ്യുമ്പോഴല്ലേ, ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതാണ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും സ്മോൾ ആണെങ്കിൽ നെഗ്ലക്ട് ചെയ്യില്ല. ഒരു കോടിൻ്റെ ഓടി ഒന്ന് കൂട്ടി വേണമെങ്കിൽ ഒന്നിനെ നെഗ്ലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അര കൂട്ടി അരേനെ നെഗ്ലക്ട് ചെയ്യാം. പക്ഷെ ഒരു കോടീനെ അര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അര നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല, അത് അരക്കോടിയായി പോകും. ഒരു കോടീനെ ലൈക്ക് ഹാഫ് കൊണ്ടേ, ഒരു കോടീനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് പകുതിയായി പോകും. നേരെ മറിച്ച് ഒരു കോടീൻ്റെ കൂടെ, ഒരു ക്രോറിൻ്റെ കൂടെ ഹാഫ് ആഡ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഹാഫിനെ നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആറിനെ നെഗ്ലക്ട്, എക്സ് ആണ് വളരെ വലുത്. അപ്പോൾ ഇതെന്താ, ആറിനെ നെഗ്ലക്ട് ചെയ്താൽ 2x² the whole raised to 3/2 എന്നാവും. 2x² the whole raised to 3/2 എന്നാവും. അതെന്താ, μ0 ni r² ഡിവൈഡഡ് ബൈ 2x³ എന്നായി. ഓക്കെ, ഇനി for a point at the center, center എന്ന് പറയുമ്പോൾ x = 0 ആയി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി ആക്സിയൽ പോയിന്റ് വിൽ ബി b net is equal to, ഇവിടെ x ന് 0 കൊടുക്കണം. അപ്പോൾ μ0 ni r² ഡിവൈഡഡ് ബൈ 2 into x ന് 0 കൊടുക്കുമ്പോൾ 2r² raised to 3/2. So അത് r² raised to 3/2 r³ ആവും. It is μ0 ni r² divided by 2r³ എന്നാവും. r² കേട്ടായിരുന്നു വെട്ടിപ്പോവും. So it is μ0 ni divided by 2r. That is the magnetic field at the center. എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഇവിടെ ഉള്ളതിന് പകരം ഇവിടെ വരിക. അപ്പോൾ x 0 ആവും. മനസ്സിലാവുണ്ടല്ലോ, കുറച്ച് വലിപ്പമുണ്ടല്ലേ. പക്ഷേ ഇത് ഒരു പഠിപ്പിച്ചത് മനസ്സിലായി, കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1-2 തവണ ഇത് എഴുതി നോക്കണം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. വെറുതെ എഴുതി പഠിക്കുന്നതിൽ അർത്ഥമില്ല, എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി എഴുതി പഠിക്കണം. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കേസസ്. പിന്നെ ഇൻ്റഗ്രേഷനൊക്കെ വളരെ സിമ്പിളാണ്, കാര്യം DL-നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം കൂടി ആഡ് ചെയ്താൽ. ഇതിലാകെ ആലോചിക്കേണ്ടത് സൈൻ ഫൈ, ആംഗിൾ എടുക്കുന്നത് മാറിപ്പോകാൻ പാടില്ല. ഫൈ ഇവിടെ എടുത്താൽ വേറെ രീതിയിലാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഇവിടെ ഫൈ എടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പറ്റും. കോസ് ഫൈന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ ആ സ്മോൾ ആറിനെ ക്യാപിറ്റൽ ആറിൻ്റെ എക്സിൻ്റെയും ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത്രയും കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽസാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.